എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇന്ന് റിയാക്ഷൻ വീഡിയോ അല്ല. ഇന്ന് ശരിക്കും എൻ്റെ ഓണം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. സാധാരണ ഞാൻ കൊച്ചിയിലായിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓണമാണെങ്കിലും അമ്മയും അനിയനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുവോണ ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അവർ തിരിച്ചിങ്ങനെ പോരുകയും ചെയ്തു. ഈ വർഷത്തെ ഓണം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ ഫ്രണ്ട്സൊക്കെ വളരെ കുറവാണ്. ട്രിവാൻഡ്രത്ത് എല്ലാവരും ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡായി നിൽക്കുകയാണ്. കുറച്ച് പേര് മാത്രം ഇവിടെ ഉണ്ട്. പക്ഷേ അവരെല്ലാം അവരുടേതായിട്ടുള്ള ലൈഫിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തിരുവോണത്തിൻ്റെ തലേ ദിവസം, അതായത് ഉത്രാടത്തിന് അന്ന് രാത്രിയിൽ നാളെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് പണ്ട്, അതായത് ഒരു 4-5 വർഷം മുൻപ് ഒരു ഫ്ലഡ് വന്ന സമയത്ത് ഞാൻ പോയ ഒരു ഓൾഡ് ഏജ് ഹോം. അതിന് മുൻപ് അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഈ 4 വർഷം മുൻപുള്ള, അല്ലെങ്കിൽ 4-5 വർഷം മുൻപുള്ള ഒരു ഓണം എന്ന് പറയുന്നത് ആ സ്ഥലത്തായിരുന്നു. ആ സ്ഥലം ശരിക്കും കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. തിരുവനന്തപുരത്ത് തിരുമലയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമാണ് സ്വപ്നക്കൂട് എന്ന് പറഞ്ഞിട്ട്. ആദ്യത്തെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മാറി ഇപ്പോൾ മറ്റൊരു ബിൽഡിങ്ങിലേക്കാണ് സ്വപ്നക്കൂട് സ്ഥിതി ചെയ്യുന്നത്. കുറേ അച്ഛന്മാരും കുറേ അമ്മമാരൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് ഉള്ള ഒരു ഓണമായിരുന്നു. നമ്മളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം കാണും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണത്. അവരുടെ മുഖത്തുണ്ടാകുന്ന ചിരി. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഉത്രാടത്തിന് അന്ന് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് സ്വപ്നക്കൂട്ടിലേക്ക് വിളിക്കുന്നത്. അവിടുത്തെ ആൻറ്റി, രമണി എന്നാണ് ആൻറ്റിയുടെ പേര്. അപ്പോൾ ആൻറ്റിയുടെ ഫോണിൽ വിളിച്ചപ്പോഴേക്കും ആൻറ്റി ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിച്ചു. ആൻറ്റിക്ക് എൻ്റെ നമ്പർ സേവ്ഡ് എല്ലാം തോന്നുന്നു. അപ്പോൾ ആരാന്ന് ചോദിച്ചു. ഞാൻ എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആൻറ്റി നാളെ അവിടെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടോ ഫുഡ് എന്ന് ചോദിച്ചു. നാളെ ഉണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു ഫാമിലി എല്ലാ തിരുവോണത്തിനും ഫുഡ് സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. കാരണം ഞാൻ ശരിക്കും അവിടെ ആ ഒരു തിരുവോണ ദിവസം ഉച്ചയ്ക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ വകയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. എന്താ ചെയ്യാൻ പറ്റുക, ഒരു ഐഡിയ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നോട്ടെ, ആ അമ്മമാർക്കൊപ്പം ഇരുന്ന് അല്ലെങ്കിൽ അച്ഛന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ മോനെ, ഇവിടെ അതിനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല എന്ന് പറയുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അപ്പോൾ തന്നെ ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനെന്താ പോരെ, നിനക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവർക്ക് വേണമെങ്കിൽ അയ്യോ മോനെ പറ്റില്ല എന്ന് പറയാമായിരുന്നു. ഏകദേശം 50ഓളം ആൾക്കാരവിടെ ഉണ്ട്. അത് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നവരും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവരായിട്ടുള്ള ആൾക്കാരാണ്. 3 സെൻറ്റേഴ്സായിട്ടാണ് ഇപ്പോൾ സ്വപ്നക്കൂട് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരിടത്ത് അമ്മമാർ മാത്രവും, ഒരിടത്ത് അച്ഛന്മാർ മാത്രവും, ഒരിടത്ത് തീരെ അവശരായിട്ടുള്ള എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ആൾക്കാരുമുള്ള ഒരു സെൻറ്റർ. അങ്ങനെ 3 സെൻറ്ററായിട്ടാണ് ഇന്ന് സ്വപ്നക്കൂട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അമ്മമാരുള്ള സ്ഥലത്താണ് ഈ ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എല്ലാവരും വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടത്തേക്ക് അച്ഛന്മാരെ കൊണ്ടുവരും. എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അച്ഛന്മാരാണ്. അപ്പോൾ അവരെ കൊണ്ടുവരും. അത് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള ആൾക്കാരും തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുള്ള ആൾക്കാരും അവിടെ താമസിക്കുന്നുണ്ട്. ശരിക്കും രമണി ആൻറ്റി ഒരു 10-13 വർഷം മുൻപാണ് ഈ ഒരു ഓൾഡ് ഏജ് ഹോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ മകൻ മരിച്ചിട്ട്, മകൻ്റെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. 21 വയസ്സിലാണ് മകൻ മരിക്കുന്നത്. അപ്പോൾ മകൻ്റെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയി. ആ ഒരു വിഷമഘട്ടം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് രമണി ആൻറ്റി ഈ ഒരു സ്വപ്നക്കൂട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഞാൻ ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, കുറേ അധികം ബുദ്ധിമുട്ടുകളിലൂടെ ഇപ്പോഴും ആ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് എത്രമാത്രം സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഇത്രയും ആളുകളെ സേവ് ചെയ്ത് ഇത്രയും ആളുകൾക്ക് മെഡിസിൻ, അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം എടുത്ത് വരണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ചിലവുണ്ട്. അതിന് അത്രയൊന്നും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻറ്റിയുടെ ഗോൾഡ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കാശാണെങ്കിലും ഒക്കെ എടുത്ത് ചിലവാക്കിയിട്ടാണ് ഈ അമ്മമാരും അച്ഛന്മാരും നോക്കുന്നത്. അതിനകത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു 2 അമ്മമാർ ഓണം പരിപാടിക്കിടയിൽ മഗ്ഗെറിഞ്ഞ് കളിയോ അങ്ങനെ എന്തൊരു കളി കളിച്ച സമയത്ത് 2 പേരും തമ്മിൽ കൂട്ടിമുട്ടുകയോ ഉന്തി വീഴുകയോ ഒക്കെ ചെയ്തിട്ട് 2 പേർക്കും സർജറി വേണ്ടി വന്നു. ഒരാളുടെ തലയിൽ എന്തോ സർജറി വേണ്ടി വന്നു, ഒരാളുടെ പുറത്തെവിടെയോ ഒരു സർജറി വേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ നല്ലൊരു എമൗണ്ട് ചിലവുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഓണം അവിടെയായിരുന്നു. അവർക്കൊപ്പം അവർക്ക് വിളമ്പി കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം അല്ലെങ്കിൽ പോലും അവർ കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് കഴിക്കാനും അവരുടെ സന്തോഷം കാണാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ പരിചയപ്പെട്ടൊരു അമ്മയുണ്ട്. അവിടെ ഉള്ളതിൽ കുറച്ചെങ്കിലും എല്ലാവരോടും ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്നത് ആ അമ്മയാണെന്ന് തോന്നുന്നു. ആ അമ്മയ്ക്ക് 2 മക്കളായിരുന്നു, 2 ആൺമക്കളായിരുന്നു. പക്ഷെ 2 പേരും മരിച്ചുപോയി. ആ മക്കളുടെ മരണത്തിന് ശേഷം മരുമക്കൾ അവരോട് കാണിച്ച് നെറുകേട് തന്നെ പറയേണ്ടി വരും. ആ നെറുകേടിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പം അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയ സമയത്ത് കോടതി ചോദിച്ചു, അമ്മയ്ക്ക് എവിടെ പോകണോ അവിടെ കൊണ്ടുവിടാം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അമ്മ എപ്പോഴോ സ്വപ്നക്കൂട്ടിൽ വന്നിട്ടുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർ അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് വേറെ എവിടെയും പോകണം, എനിക്ക് സ്വപ്നക്കൂട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അത്രയും കെയറിങ്ങോട് കൂടിയാണ് സ്വപ്നക്കൂട്ടിലെ രമണി ആൻറ്റിയും ആൻറ്റിയുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരും ഈ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ നോക്കുന്നത്. സ്വന്തം അച്ഛന്മാരും അമ്മമാരുമായിട്ട് തന്നെയാണ് അവർ കെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരോടുണ്ട്.
അതല്ലാത്ത ആൾക്കാരും ഉണ്ട്, ഒക്കെ കൂടിയുള്ളൊരു കൂട്ടുകുടുംബമാണ് സ്വപ്നക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയായിരുന്നു എൻ്റെ ഇപ്രാവശ്യത്തെ തിരുവോണം വളരെ രസകരമായിട്ട്. തലേ ദിവസമായിരുന്നു, ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു അവരുടെ ഓണം പ്രോഗ്രാം. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഓണാഘോഷ പരിപാടി എന്ന് പറയുന്നത് കുറേ പാട്ടുകളും കളിച്ചിരികളൊക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയൊരു ദിവസമായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ പോകുന്നത്. അന്നും ഞാൻ ഈ പറഞ്ഞ ഫാമിലി വന്നു, ഈ ഭക്ഷണം സ്പോൺസർ ചെയ്ത ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പരിചയപ്പെടാൻ പറ്റി. സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അങ്കിളും അവരുടെ ഫാമിലി ആയിരുന്നു. അപ്പോൾ അവരെ പരിചയപ്പെടാൻ പറ്റി. ഒപ്പം ഈ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കാണാനും. ശരിക്കും ഞാൻ ഈ 4-5 വർഷം മുന്നേ പോകുന്ന സമയത്തുള്ള ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. 2 വർഷവും 3 വർഷവും അല്ലെങ്കിൽ 1 വർഷവും 3 മാസമൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആർക്കും നേരിട്ട് പരിചയമില്ല, ഈ ഒരാൾക്ക് മാത്രം. അപ്പോൾ ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, നളിനി എന്നാണ് ആൻറ്റിയുടെ പേര്. അപ്പോൾ ആൻറ്റിയോട് ചോദിച്ചു അറിയുമെന്ന് ചോദിച്ചു. അറിയാം. ശരിക്കും ആൻറ്റിക്ക് പണ്ട് ഞാൻ അവിടെ പോകുന്ന സമയത്ത് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കണ്ടപ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അത് അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ പേരുമായിട്ട് സംസാരിച്ചു. അവരുടെ ചിരിയും തമാശയും ഒക്കെ കാണാൻ പറ്റി. സോ എൻ്റെ ഓണം ഇപ്രാവശ്യം ഇങ്ങനെയായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തിരുവനന്തപുരത്ത് തിരുമലയിൽ കുന്നപ്പുഴയാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെയാണ് സ്വപ്നക്കൂട് സ്ഥിതി ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും ഒരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു, എന്താണ് സ്വപ്നക്കൂട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഈ അമ്മമാരെ കാണാനും അച്ഛന്മാരെ കാണാനും. ശരിക്കും ഈ പല പല മതപരമായിട്ടുള്ള സെൻറ്റേഴ്സിൽ ഈ ഓൾഡ് ഏജ് ഹോംസ് നടത്തുന്നുണ്ട്. പുറമേ നിന്ന് ഫണ്ടുകൾ വന്നിട്ട് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ആളുകൾ ഈ പറയുന്ന പാരൻസിൻ്റെ മക്കൾ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ മക്കൾ ഫണ്ടുകൾ അയച്ചു കൊടുത്തിട്ട് ഡേ കെയർ പോലെ പെയ്ഡ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ പെയ്ഡ് സെൻറ്റർ അല്ല, ഇവിടെ രമണി ആൻറ്റിയുടെ കയ്യിലെ കാശും പുറത്തുനിന്ന് വരുന്ന ആളുകൾ കൊടുക്കുന്ന സംഭാവനകളും അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ഫുഡ് ഐറ്റംസും ഭക്ഷണവും ഒക്കെ തന്നെയാണ് അവരുടെ നിത്യമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അന്ന് എന്തായാലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അടുത്തൊരു ദിവസത്തെ ഭക്ഷണം എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാനൊരു എമൗണ്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു എനിക്ക്. ദൈവത്തിൻ്റെ അനുഗ്രഹം, കാരണം ദൈവം തരുന്നു, നമ്മൾ കൊടുക്കുന്നു. ദൈവം ഒരുപാടും തരുന്നില്ല, പക്ഷേ ഉള്ളതിലൊരു പങ്ക് നമ്മൾ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ നിങ്ങൾ സ്വപ്നക്കൂട്ടിൽ പോവുക. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് കിട്ടും, അല്ലെങ്കിൽ ലൊക്കേഷൻ കിട്ടും. അവിടുത്തെ ആൻറ്റീനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അവിടെ ഉണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ പോയി ആ അമ്മമാരെ കാണുക. ഉറപ്പായിട്ടും മനസ്സിന് കുറച്ച് നേരം ഒരു ആശ്വാസം കിട്ടും, കുറച്ച് നേരം സന്തോഷം കിട്ടും. നമ്മൾ എത്രയോ രൂപ ഓരോരുത്തരും കള്ള് കുടിച്ചും ഒക്കെ കളയുന്നുണ്ട്. ഇപ്പം തന്നെ ഈ ഓണ സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപയായിരിക്കും ആളുകൾ കള്ളുകുടിച്ച് കളഞ്ഞത്. ഞാൻ കള്ളു കുടിക്കുന്ന ആൾക്കാർ നിരുത്സാഹപ്പെടുത്തുന്നു വിചാരിക്കരുത്. പക്ഷേ ആ കോടിക്കണക്കിന് രൂപയുടെ 1% മതിയാവും ഇത്തരം ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് പറ്റുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് പറഞ്ഞ ആ ഒരു അമ്മ സംസാരിച്ചത് മോന് നന്നായി വരുന്നൊരു വാക്ക് പറഞ്ഞു. അതവർ മനസ്സിൽ തട്ടി പറയുന്നതാണ്. കാരണം അവർ കാണുന്ന ഒരു പക്ഷേ നമ്മളെയൊക്കെ കാണുന്ന അവരുടെ മക്കളുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ അവരുടെ മകൻ്റെ സ്ഥാനത്ത്, മകളുടെ സ്ഥാനത്തേക്കായിരിക്കും കാണുന്നത്. അത് കണ്ടുകൊണ്ട് അവർ പറയുന്ന വാചകങ്ങളാണ്. ഈ വന്ന ഫാമിലിയിൽ ഒരു അച്ഛനും അമ്മ ഉണ്ടായിരുന്നു. ഈ അച്ഛനും അമ്മ യാത്ര പറഞ്ഞ് പോയപ്പോൾ ഈ അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കാണുമ്പോൾ എന്താണ്, എന്നെപ്പോലെയാണല്ലോ അവരും, പക്ഷേ അവരെ നോക്കാൻ മക്കളുണ്ട്, അല്ലെങ്കിൽ മകനുണ്ട്, മരുമകളുണ്ട്, എനിക്കാരുമില്ലല്ലോ എന്ന ചിന്ത. എന്നിട്ടും ആ അമ്മ അത് പുറത്ത് കാണിക്കുന്നില്ല. അവർ പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾക്കത് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ സ്വപ്നക്കൂടിലേക്ക് പോവുക, അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കാണുക, പറ്റുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.